ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആശ്വാസം തേടാനായിട്ട്, ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയും, ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളില്, പ്രശ്നങ്ങളില് ആശ്വാസം തേടി ഈ ലോകത്തിലേക്കും ലോക മോഹങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഓടുന്നവരുടെ എണ്ണം ഏറി വരിക അല്ലെ. പലപ്പോഴും ഓടി നടക്കുക എന്തിനാ? ഒരാശ്വാസം കിട്ടാൻ വേണ്ടി. ജീവിതത്തില് സന്തോഷം തേടി ഓടുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരിക. കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ പ്രശ്നങ്ങളിലും ഈ പ്രതിസന്ധികളിലും ജീവിക്കുമ്പോൾ അവയെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കാതെ അതിനുള്ള ആശ്വാസം തേടി പല വഴിയെ ഓടുന്നവരുടെ എണ്ണം ഏറി വരിക. ഇവിടെയാണ് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ആശ്വാസം തേടേണ്ടത് ദൈവസന്നിധിയിൽ വന്ന, ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നിന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം നേടുവാനായിട്ട് സാധിക്കണം. യഥാർത്ഥ ആശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നിത്യകാലം നിലനിൽക്കുന്ന ആശ്വാസം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ വരണം. ശാശ്വതമായ ആശ്വാസം കേട്ടോ. പലപ്പോഴും നമ്മളൊക്കെ ഓടുന്നത് എന്താ? കുറച്ച് നാളത്തേക്ക് എനിക്ക് ആശ്വാസം കിട്ടണം. ആശ്വാസത്തിന് വേണ്ടി പല വസ്തുക്കളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടല്ലേ. നിരാശ മാറാനായിട്ട് മദ്യപിക്കുന്നവരുടെ എണ്ണം ഏറുക, വിഷമം മാറാനായിട്ട് മദ്യപിക്കുക. വിഷമം മാറുമോ? ഒരിക്കലും മാറത്തില്ല. ഉള്ള വിഷമം അതിൻ്റെ 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ആശ്വാസം തേടേണ്ടത് ദൈവസന്നിധിയിൽ നിന്നാണ് എന്ന് അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. ദൈവസന്നിധിയിൽ വന്ന് ദാഹം തീർത്ത് ആശ്വാസത്തോടുകൂടി ജീവിതത്തില് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യതയുള്ളതായിട്ട് തീരുകയുള്ളൂ, നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് മാറുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തില് നമ്മൾ ആശ്വാസം തേടി എവിടേക്കാണ് പോകുന്നത്? ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ മറ്റു വ്യക്തികളിലും ഈ ലോകത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന വ്യക്തികളാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട്, ആശ്വാസം തേടി ദൈവസന്നിധി വരുവാനായിട്ട്, ശാന്തമായിട്ട് അവന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.